ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. എല്ലാവർക്കും നമസ്കാരം. നാരായണീയം ദശകം 1 ശ്ലോകം 7. ഇന്നലെ 6 ശ്ലോകത്തിൽ നമ്മൾ ഭഗവാന്റെ സ്വരൂപ ധ്യാന വർണ്ണനയാണ് കേട്ടത്. അതായത് പുതുമേഘങ്ങളുടെയും ചന്തമിയെന്ന കായാവിൻ പൂക്കൂട്ടങ്ങളുടെയും വിളയാട്ടം കാട്ടുന്നതും, അതായത് ആ രണ്ടിനും തുല്യമായതും ലാവണ്യത്തിൻ്റെ മികച്ച സത്തായതും സുഹൃതം ചെയ്തവരുടെ കണ്ണുകളുടെ നിറഞ്ഞ പുണ്യം തന്നെയായിട്ട് അവതരിച്ചതും. പുണ്യം ചെയ്തവർക്കാണ് ഭഗവാനെ കാണാൻ പറ്റൂ. അതാണ് സുഹൃതം ചെയ്തവരുടെ കണ്ണുകളുടെ നിറഞ്ഞ പുണ്യം തന്നെയായിട്ട് അവതരിച്ചതും. ശ്രീ ഭഗവതിക്ക് കൂസൽ കൂടാതെ വിളയാടാനുള്ള സ്ഥാനമായതും ധ്യാന നിരതരായവരുടെ ഉള്ളിൽ അമൃതധാരയെ വർഷിക്കുന്നതുമായ അവിടുത്തെ ആ ശരീരത്തെ അല്ലയോ ഗുരുവായൂരപ്പ ഞാൻ നിരന്തരമായി ധ്യാനിച്ചു കൊള്ളുന്നു എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. ഇനി 7 ശ്ലോകം നോക്കാം. കഷ്ടാതേ സൃഷ്ടിജ്യേഷ്ഠ ബഹുധരഭവഗേദാവഹ ജീവവാജാമിത്യേവം പൂർവമാലോചിതമജിത മയാ നൈവ മദ്യാഭിജാനേ നോ ചേ ജീവാ കഥം വാ മധുരതരമിദം ത്വദ്വപുശ്ചിദ്രസാദ്രം നേത്രേ ശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാംബോധിപൂരേ രമേരൻ. കഷ്ടാതേ സൃഷ്ടിജ്യേഷ്ഠ ബഹുധരഭവഗേദാവഹ ജീവഭാജാം. അവിടെ അങ്ങനെ മുറിച്ചിട്ട് ചെല്ലാം. ജീവഭാജാം കഴിയുമ്പോൾ പിന്നെ അവിടെ മാ കൂട്ടരുത്, പിന്നെ ഇത്യേവം. അപ്പോൾ നമുക്ക് ശ്വാസം ശരിക്കും നല്ലത്. അങ്ങനെ മുറിച്ച് ചെല്ലണോണ്ടാണ്. ഇഷ്ടംപോലെ നമുക്ക് ഇഷ്ടംപോലെ ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷെ അക്ഷരം മാറാഞ്ഞ മതി. ജീവഭാജാം എന്നാണെങ്കിൽ പിന്നെ ഇത്യേവം, മുറിക്കാതെ ആണെങ്കിൽ ജീവഭാജാം ഇത്യേവം. ശ്രദ്ധിച്ചാൽ മതി. കഷ്ടാദേ സൃഷ്ടിജ്യേഷ്ഠ ബഹുധരഭവഗേദാവഹ ജീവഭാജാം ഇത്യേവം പൂർവമാലോചിതമജിത മയാ നൈവ മദ്യാഭിജാനേ നോ ചേ ജീവാ കഥം വാ മധുരതരമിദം ത്വദ്വപുശ്ചിദ്രസാദ്രം നേത്രേ ശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാംബോധിപൂരേ രമേരൻ. കഷ്ടാതേ സൃഷ്ടിജ്യേഷ്ഠ ബഹുധരഭവഗേദാവഹ ജീവഭാജാം ഇതി ഏവം പൂർവം ആലോചിതം അജിത മയാ ന ഏവം അദ്യ അഭിജാനേ നോ ചേത് ജീവാഃ കഥം വാ മധുരതരമിദം ത്വദ്വപു ഛിദ്രസാദ്രം നേത്രൈഹി ശ്രോത്രൈശ്ച പീത്വാ പരമരസതുധാംബോധിപൂരേ രമേരൻ. ഹേ അജിത, ഗുരുവായൂരപ്പനെ വിളിക്കേണ്ടതാണ്. ഹേ അജിത. ഹേ അജിത പറയുമ്പോൾ യാതൊന്നിനാലും കീഴടക്കപ്പെടാൻ പറ്റാത്ത ആളാണ് ഗുരുവായൂരപ്പൻ എന്നർത്ഥം. യാതൊന്നിനാലും കീഴടക്കപ്പെടാത്തവനെ ഹേ അജിത, അല്ലയോ അജിത. തേ സൃഷ്ടിജ്യേഷ്ഠ കഷ്ട, അങ്ങയുടെ സൃഷ്ടി വ്യാപാരം ദുസ്സഹമാണ്. എന്തുകൊണ്ടെന്നാൽ എന്ന് പറയുന്നു, ജീവഭാജാം, അത് ജീവികൾക്ക് ബഹുധര ഭവഗേതാവഹ, ബഹുധര ഭവഗേതാവഹ, അതായത് വളരെ വളരെ അനേകം ഭവ പറയുമ്പോൾ സംസാര ദുഃഖങ്ങളെ, കേതാവഹ അനേകം സംസാര ദുഃഖങ്ങളെ ഉളവാക്കുന്നതാണ്. ഇതി ഏവം എന്നത്രേ മയാ പൂർവം ആലോചിതം, ഞാൻ മുമ്പ് കരുതിയിരുന്നത്. അദ്യ എന്ന ഏവം അഭിജാനെ, പക്ഷെ ഇപ്പോൾ ഞാൻ ഈ വിധമല്ല കരുതുന്നത്. നോ ചെയ്ത്, അതെന്തായാലും കാരണം എന്നാണ് പറയുന്നത്. അങ്ങനെ എല്ലാം ഇപ്പോൾ കരുതുന്ന പറഞ്ഞിട്ടുള്ള കാര്യമാണ് പറയുന്നത്. കാരണം നോ ചെയ്ത്, ഇല്ല എങ്കിൽ, അതായത് സൃഷ്ടി ചെയ്യുന്നില്ല എങ്കിൽ, ജീവാഹ കഥംബ, ജീവികൾ എങ്ങനെയാണ് ഛിദ്രസാദ്രം മധുരതരം, ചിത്തും രസവും, അതായത് ജ്ഞാനവും ആനന്ദവും കിനിയുന്നതും ഇതം ത്വദ്വപു, അത്യന്തം കൗതുകപ്രദവുമായ ഈ അവിടുത്തെ ശരീരത്തെ നേത്രേഹി ശ്രോത്രേഹി, നേത്രേന്ദ്രിയങ്ങളാലും ശ്രോത്രേന്ദ്രിയങ്ങളാലും പീത്വ പാനം ചെയ്തിട്ട് പരമരസ സുധാംബോധി പൂരെ, പരമാനന്ദമാകുന്ന അമൃത സമുദ്രത്തിൻ്റെ തിരക്കോളിൽ രമേരൻ കിടന്ന് ആഹ്ലാദം കൊള്ളും. ഞാൻ ചോദിക്കുന്നത്, അതായത് അല്ലയോ അജിത, അങ്ങയുടെ സൃഷ്ടി വ്യാപാരം ദുസ്സഹമാണ്. എന്തുകൊണ്ടെന്നാൽ അത് ജീവികൾക്ക് വളരെ വളരെ സംസാര ദുഃഖങ്ങളെ ഉളവാക്കുന്നതാണ് എന്നാണ് ഞാൻ മുമ്പ് കരുതിയിരുന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ ആ വിധമല്ല കരുതുന്നത്. അങ്ങനെ സൃഷ്ടി വ്യാപാരം നടത്തിയിരുന്നില്ല എങ്കിൽ ജീവികൾ എങ്ങനെയാണ് ചിത്തും രസവും, അതായത് ജ്ഞാനവും ആനന്ദവും കിനിയുന്നതും
അത്യന്തം കൗതുകപ്രദവുമായ ഈ അവിടുത്തെ ശരീരത്തെ നേത്രേന്ദ്രിയങ്ങളാലും ശ്രോത്രേന്ദ്രിയങ്ങളാലും പാനം ചെയ്തിട്ട് പരമാനന്ദമാകുന്ന അമൃതസമുദ്രത്തിൻ്റെ തിരക്കോളിൽ കിടന്ന് ആഹ്ലാദം കൊള്ളുക. നേത്രേ ശ്രോത്രേച്ച പീത്വ പറയുമ്പോൾ നേരിട്ട് കാണുകയും പറഞ്ഞു കേൾക്കുകയും രണ്ടും പാനം ചെയ്യുന്നത് പോലെ ഉൾക്കൊള്ളുക എന്ന് ഭാവം. ഇവിടെ അന്തഭാഗ്യം ജനാനാം എന്നതിൻ്റെ സമർത്ഥനാണ് ഈ ശ്ലോകം. അതായത് ആദ്യത്തെ ശ്ലോകത്തിൻ്റെ ലാസ്റ്റ് പറഞ്ഞല്ലോ അന്തഭാഗ്യം ജനാനാം, അതിനൊന്നും കൂടി ഇവിടെ സമർത്ഥിച്ചിരിക്കുകയാണ് ഇപ്പോൾ. കഷ്ടാദേ സൃഷ്ടിജ്യേഷ്ഠ ബഹുധരവഭഗേതാവഹ ജീവഭാജാം ഇത്യേവം പൂർവമാലോചിതമജിത മയാ നൈവ മദ്യാഭിജാനേ നോ ചേ ജീവ കഥം വാ മധുരതരമിദം ത്വദ്വപുശ്ചിദ്രസാദ്രം നേത്രൈ ശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാംബോധിപൂരേ രമേരൻ. കഷ്ടാദേ സൃഷ്ടിജ്യേഷ്ഠ ബഹുധരഭവഗേതാവഹ ജീവഭാജാം ഇത്യേവം പൂർവമാലോചിതമജിത മയാ നൈവ മദ്യാഭിജാനേ നോ ചേ ജീവ കഥം വാ മധുരതരമിദം ത്വദ്വപുശ്ചിദ്രസാദ്രം നേത്രൈ ശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാംബോധിപൂരേ രമേരൻ. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.